എന്താണ് ക്രിസ്മസ് കണിയാ? പോയിട്ട് രാത്രി ഓടോ? ഈയടാ പട്ടി, ഞാനടാ വിട്ടിട്ട് ഓടിക്കളഞ്ഞല്ലേ. ആ ചെകുത്താൻ പട്ടിയാണെങ്കിൽ എന്നെ ഓടിച്ച് അപ്പുറത്തെ പഞ്ചായത്തിൽ എത്തിച്ച്. അവിടെ ചെന്നപ്പോ ഒരു കൂട്ടം പട്ടികൾ, പിന്നെ ചറപറ ഓട്ടമായിരുന്നു. വെളുപ്പിന് രണ്ട് പാലും വണ്ടി കയറിയിട്ടാ ഞാനിവിടെ എത്തിയത്. പപ്പാനിയാവുള്ള പരിപാടിക്ക് ഇനി ഞാനില്ലട്ടാ. ആരാന്ന് വെച്ചാ അയക്കൂ. എടാ എടാ, എന്താ സത്യം പറ, നീ രാവിലെ നടക്കാൻ പോയതല്ലേ? ഇല്ലടാ, രാവിലെ എക്സസൈസ് ചെയ്യാൻ പോയി. ജീവനോട് എത്തിയത് ഭാഗ്യം. നമ്മൾ ഈ വീട്ടിൽ എത്ര പേരെ താമസിക്കുന്നത്? 3 പേര്. അതിൽ എത്ര പേര് ഇന്നലെ കരോളിന് പോയത്? 3 പേര്. ആ, നമ്മൾ 3 പേര് ഇന്നലെ പട്ടി ഓടിച്ചിട്ടുണ്ട്. ആ, നീ ഇപ്പോഴാണ് എത്തുന്നത്? അല്ല, പട്ടി ഇപ്പോഴാണ് എത്തിച്ചത്. പിന്നെ ഈ പപ്പാനി ഏതാ? പപ്പാഞ്ഞ ആരത്? എനിക്കറിയില്ല. ഞാൻ ഇല്ലാത്ത സമയം നോക്കി ആളെ വിളിച്ച് കേട്ടില്ലടാ പട്ടി. പോയി വിളിക്ക്. എന്താ പുള്ളിയുടെ പേര്? പുള്ളിയുടെ പേര് ജോണി സിൻസ്. എടാ മാങ്ങാട്ടി പോടാത്ത ഇങ്ങനെ എനിക്കറിയാനാ. നോബിനെ വിളിക്ക്. ജോണി? നോബി? ആരാടത്? മനു അല്ലേ? അപ്പൊ ഞാനാ? മനു ആരല്ലേ യൂണിവേഴ്സാ? തേങ്ങ, നീ ഇന്നലെ രാത്രി ആരെ വിളിച്ചു കയറ്റിയത്? ഞാനല്ല. അഭിനയിക്കണ ചോദിച്ചാ പോരെ? ഇതുപോലെ വള്ളി കേസ് ഔട്ടാ. അയാൾ വല്ല വീട്ടിൽ കയറി മോട്ടിച്ചിട്ടാ വന്നെങ്കിലാ. കയ്യിൽ കത്തിയൊക്കെ ഉണ്ടാവും. പോലീസിനെ വിളിക്ക്. എടാ, ഇതൊന്നുമല്ല, ഏതേ കരോള് തന്നെ ആയിരിക്കും. ഇന്നലെ രാത്രി ഏതേ പട്ടി ഓടിച്ചോ വന്ന് കയറി കിടന്നായിരിക്കും. പിന്നെ പട്ടി ഓടിച്ചിരുന്നവര് നമ്മുടെ വീട്ടിലാണല്ലോ വന്ന് കയറി കിടന്നത്. നീ വന്നില്ലേ? ഞാൻ ഈ വീട്ടിൽ താമസിക്കണവനല്ലേ. എടാ നിങ്ങളൊന്ന് നടക്കരുത്, ഇതൊന്നും അല്ല. നമുക്ക് അയാളോട് ചോദിച്ചാ പോരെ? മോണി, അയാൾ കത്തിയൊക്കെ എടുത്തു. ആരാ പോയത്? വീടുമാറിപ്പോയി. ഈ നേരത്താണ് ഇങ്ങോട്ടൊന്ന് കയറിയത്. ഏയ്, മാരകായുധം തപ്പണവൻ. നമ്മൊന്ന് കരുതിയിരിക്കണമല്ല കേട്ടോ. ഇതൊന്നുമല്ല. കമ്മൽ ശ്രദ്ധിച്ചാ നിങ്ങൾ? എന്താ ചിഹ്നം കണ്ട? എന്തോ നിഗൂഢതയുണ്ട്. എന്ത് നീ കൂടെ ഉത്സവപ്പറമ്പിന്ന് മേടിച്ചെടുത്തിണ്ട് കൂടതേ. നിങ്ങൾ അയാളുടെ മുടി കണ്ട? സ്റ്റൈലല്ലേ? ആ മുടിയുടെ അറ്റത്തൊരു ഡിവൈസ് കണ്ട? ഡിവൈസാ? മുത്തല്ലേ? മുത്തല്ല, ഡിവൈസാ. ആണോ? ഹെൻസ് പ്രൂവ് ദാറ്റ് ഈസ് ആൻ ഏലിയൻ. ഏലിയനാ? സിഗ്നൽ കൊടുക്കണം. മണ്ടന്മാരാന്ന് തോന്നണേ. അമ്പളവിടെ ഹംസയുടെ മോനാണ്. ആഷിഫ് എന്ന് പേരാടാ. ഇയാളെന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നു? ഉടായ്പ് കണ്ടാലറിയാം. കള്ളൻ, കാട്ടുകള്ളൻ. ഉടായ്പായിട്ട് നീ പേടിച്ചില്ലേ? അത് പിന്നെ ഈ രൂപം ഏലിയനാ. ഏലിയൻ? എന്ത് ഏലിയൻ? ആളുടെ മൂവ്മെന്റ് ശ്രദ്ധിച്ചില്ലേ? ആളുടെ തലയിൽ ഏന്റീന ഉണ്ടായിരുന്ന? അത് കുടുമിയല്ലേ? കുടുമിയൊന്നുമല്ല, സ്പേസിലേക്കുള്ള ട്രാൻസ്മിറ്ററാ. പിന്നെ ട്രാൻസ്മിറ്റ് നമ്മുടെ മുറ്റത്ത് പോയിട്ട് എന്ത് ട്രാൻസ്മിറ്റ് ആണ്? അതൊന്നും അറിയാത്തോണ്ടാ. ഞാൻ യൂട്യൂബിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ദേ ലീവ് എമംഗ് അസ്. എന്ത് പല്ലി കേൾക്കണമെന്ന് കണ്ടിട്ടില്ലടാ.
നോക്കണം ഏത് ഏലിയനാടാ മാവല കൊണ്ട് പല്ലേക്കണം. അതൊക്കെ ഏലിൻ്റെ ഒരു ട്രിക്കാണ്. ആളെ തിരിച്ചറിയാതിരിക്കാൻ സാധാരണക്കാരനെ പോലെ നടക്കണതാണെങ്കിലോ. മൂവി പറഞ്ഞ പോലെ ആളൊരു ഏലിയൻ ആണെങ്കിൽ നമുക്കിനി ജീവിതകാലം മൊത്തം പണിയെടുക്കണ്ട. നീ പോയി ചോദിക്കുന്ന എനിക്ക് പറ്റില്ല. പിന്നെ അത് വേണ്ട, നീയല്ലേ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞു. നീ പോയി ചോദിക്കും. നിങ്ങളാരെങ്കിലും പോയി ചോദിച്ചോ. കത്തിക്കുന്ന ചേട്ടാ, ചേട്ടൻ ഏലിയനാണെന്ന് എനിക്കറിയാം. പക്ഷേ അവന്മാർക്കൊരു സംശയം. ഞാൻ ഇത്ര നേരം ഇവിടെ കിടന്ന് പെർഫോം ചെയ്തിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല ഏലിയനാണ്. ഏലിയനാടാ. ചേട്ടൻ ഏലിയനാണെന്ന് എനിക്കറിയാം. പക്ഷേ അവന്മാർ മണ്ടന്മാരില്ല. ഞാൻ ഇത്രയും ബ്രൈറ്റ് അല്ലേ. പിന്നെ നീ ബ്രൈറ്റ് അല്ലേന്നാ നീ എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കില്ലേ. ചേട്ടാ, ഈ ഏലിയന്മാരൊക്കെ ഈ മാവലിട്ടാണ് പല്ലേക്കണേ. എൻ്റെ സംശയമല്ലേ, അവന്മാരെ സംശയമാണ്. ഇത് മാവലല്ല, ഞാനിതിൻ്റെ ആൻറ്റിനെ റീചാർജ് ചെയ്യണം. രാവിലെയും വൈകിട്ടും ഇതുപോലെ റീചാർജ് ചെയ്യണം. വലിയ പുഴു വരും. പുഴുവോ? വൈറസ് വരുമെന്ന്. സത്യമല്ലേ? അമ്മ സത്യം. എടാ, ഇത് ഏലിയൻ തന്നെ, കൺഫേംഡ്. ഓക്കെ അല്ലേ? ഈ ഏലിയൻ എലിയൻ ഞാനാണ്. ആ കണ്ടില്ലേ ആൻറ്റിനെ കണ്ടില്ലേ? ഈ ഏലിയനൊക്കെ പേരിന് ഓരോ നമ്പറാന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടൻ നമ്പർ എത്രയാണ്? നമ്പറാ എൻ്റെ KL39. ഇത് ഇവിടെ തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ്റെ അതേ നമ്പർ. ഇത് ഞങ്ങളുടെ സ്പേസിലെ നമ്പറാ. നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഞങ്ങളൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പാടാണ്. കഷ്ടപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഏലിയൻ ചേട്ടൻ എന്ത് ചെയ്യാ? ഞാനൊരു മിഷനായിട്ട് ഇവിടെ വന്ന ഒരു റോക്കറ്റ് വിക്ഷേപിക്കാൻ വേണ്ടി ഒരു ഗ്രഹത്തിൽ വന്ന. ഗ്രഹം മാറി ഈ ഗ്രഹത്തിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു. വേറെ കുറച്ച് ഏലിയൻസിൻ്റെ അറ്റാക്ക് കാരണേ എനിക്കത് വിക്ഷേപിക്കാനും പറ്റില്ല. ഗ്രഹം മാറി ഇറങ്ങേണ്ടിയും വന്നു. റോക്കറ്റ് എന്ത് ചെയ്തു? റോക്കറ്റോ? നമുക്ക് ഇപ്പം തന്നെ ചെയ്യുന്നില്ലേ. റോക്കറ്റ് എനിക്ക് കളയേണ്ടി വന്നു പെട്ടെന്നൊരു സാഹചര്യം കൊണ്ടേ. പെട്ടുപോയി. ഏലിയന്മാരൊക്കെ പെടും. പ്രത്യേക സാഹചര്യത്തിൽ പെടാറുണ്ട് ഈ മിഷനൊക്കെ ആയിട്ട് വരുമ്പോഴേ. ഇവൻ പറഞ്ഞേ ഏലിയനെ കൈ കിട്ടിയാലേ ലൈഫ് സെറ്റാണ്. പിന്നെ സെറ്റില്ലേ, എലിനെ കിട്ടണം. ചെറിയ ചെറിയ ആഗ്രഹമുണ്ട്, സാധിച്ചു തന്നെ. എന്താണ്? എനിക്ക് ഒരു 50 കോടി വേണം. അയ്യോ, നമ്മുടെ അവിടെയൊക്കെ സിബില് കാശ് കൊടുക്കുന്ന പരിപാടിയില്ല. 39. എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്നെയും ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോകും സ്പേസിൽ. എൻ്റെ ഗ്രഹത്തിൽ പറ്റൂല. ഗ്രഹത്തിലെ പണി നടക്കുവാണേ. ഞാനും അമ്മയും തന്നെ പുറത്താണ് നടക്കണത്. അതുകൊണ്ട് നടക്കൂല, ഇച്ചിരി ബുദ്ധിമുട്ടാ. എന്നാൽ എന്നെ UFO കയറ്റുമോ? എടാ UFOയിൽ ഒന്നും അങ്ങനെ കയറാൻ പറ്റൂല. ഇതേപോലത്തെ കണ്ട ഈ ആൻറ്റിനൊക്കെ ഉണ്ടെന്നാലും കയറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് കയറ്റാൻ പറ്റില്ല. ചേട്ടാ, ഇതൊന്നുമല്ല എൻ്റെ ആഗ്രഹം. മോൻ്റെ ആഗ്രഹം എന്താണ്? ഒരു ഗേൾ ഫ്രണ്ടിനെയും ഒരു ബെസ്റ്റീനെയും സെറ്റാക്കി തരാം. ഞാനൊരു മാമേ നിനക്കൊക്കെ പെണ്ണ് കൂട്ടി തരാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനം ഞങ്ങൾക്ക് തരാതെ ഈ കോമ്പൗണ്ടിന് വെളിയിൽ പോകാൻ പാടില്ല. എടാ, ഞാൻ കുപ്പിന്ന് വന്ന ഭൂതമൊന്നുമല്ല, സ്പേസിൽ നിന്ന് വന്ന ഏരിയനാ. നീക്കൊന്ന് മനസ്സിലാക്കണം. എനിക്ക് പറ്റൂല, മനസ്സിലാക്കണം. രാത്രി ആവണ്ട. എനിയിപ്പോ പോയി ലാസ്റ്റ് UFO കിട്ടൂടാ. എന്റെ വീടറാ പ്ലീസ്. ഞാൻ പോട്ടറാ. എടാ പോയി ഒന്ന് പറയടാ പോട്ടറ. എനിക്കൊരു ബെസ്റ്റ് സെറ്റാക്കി തരാൻ പറ്റുമോ? എടാ ഒന്നും എന്നെ കൊണ്ട് പറ്റൂലടാ. എന്നാ കിടന്നു. എന്നെ ഒന്ന് കടിച്ച് ഏലിയനാക്കി തരുമോ? എടാ, ഞാൻ നീലല്ല കടിച്ച് ഏലിയനാക്കാൻ. എടോ, തനിക്ക് ഞങ്ങൾക്കൊരു ഫുൾ മന്തിങ്കിലും മേടിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഫോണിൽ തരുന്നെങ്കിൽ എനിക്ക് മേടിച്ചു തരായിരുന്നു. GPay ചെയ്ത്. താൻ എന്ത് തോൽവിയാടോ? തനിക്ക് വല്ല കഴിവുണ്ടോ? തന്നെ 4 ആളെ അറിയോ? ഇതേപോലത്തെ ഒരു നിർഗുണ ഏലിയനെ ഞാൻ എൻ്റെ ജീവിതത്തിലായിട്ട് കാണണം. ഇറങ്ങി പൊക്കൂടെ? ഞാൻ പോവാ. സോറി. ഈ വന്നത് ഏലിയനെ കോപ്പൊന്നുമല്ല, ക്രിസ്മസ് ഒക്കെ ആയിരുന്നല്ലേ. എടാ,
പൊന്നെ ഞാന് ഇന്നലെ നിന്റെ വീണ്ട മതിൽ വരെ എത്തിയതാടി. ഒരു നശിച്ച കരോട് സംഘം എന്നിട്ട് ഓടിച്ചില്ലേ. ഓടി ഞാൻ ഏതോ ഒരു വീട്ടിൽ കയറി. ക്ഷീണക്കാരൻ ഉറങ്ങിയും പോയെന്നേ. കണ്ണൂർന്നപ്പോഴേ വീണ്ടും കരോട് സംഘം. അവന്മാര് മണ്ണന്മാരായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ നിനക്കറിയോ ഞാനിപ്പോ ഏലിയനാ. ഗിഫ്റ്റോ? ഞാൻ അടുത്ത ആഴ്ച വരുമ്പോ കൊണ്ടുവരാം. ആ നാർക്കും വല്ല പണിക്കുമ്പോ കൂടെ ഞാനേ എനിക്ക് ന്യൂ ഇയറിന് വരാം. ഹാപ്പി ക്രിസ്മസ്. ലവ് യു. നാറുകൾക്ക് ഉറക്കൂല്ലേ?